ഇതെന്താണെന്നറിയോ? ഇതാണ് ആത്തച്ചക്ക എന്ന് പറയും. ഞങ്ങൾ ആത്തച്ചക്ക എന്ന് പറയും. നിങ്ങൾ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്താ പറയുകയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഞാനിപ്പോൾ വെറുതെ പറമ്പിലിറങ്ങിയപ്പോൾ കുറേ ഉണ്ട് കേട്ടോ കായ്കൾ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പറിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പറിച്ചെടുത്തതാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പഴം കേട്ടോ. ഇത് നന്നായിട്ട് പഴുക്കുക. ഇത് പഴുപ്പിക്കണേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരു നാടൻ രീതിയാണ് സ്വീകരിക്കുന്നത്. എന്നു വെച്ചാൽ ഇത് നമ്മുടെ ചാരമില്ലേ, ചാരം നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ചാരം, വിറക് കത്തിച്ചിട്ട് എടുക്കുന്ന ചാരമുണ്ട്. ആ ചാരത്തിൽ ഇങ്ങനെ പൂഴ്ത്തി വെക്കുക 2-3 ദിവസം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അരിയില്ലേ, അരി നമ്മൾ ചാക്കിൽ അരി കൊണ്ടാക്കൂലേ, ബക്കറ്റിലൊക്കെ അരി വെക്കൂല, ആ അരിയിലേക്ക് പൂഴ്ത്തി വെക്കുക. ഇതിലേതെങ്കിലും ഒന്നിലേക്ക് ഇത് പൂഴ്ത്തി വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് മൂത്തിട്ടാട്ടോ, മൂത്തിട്ടേ പറിക്കാവേ, അല്ലാണ്ട് പഴുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മൂത്തിട്ട് പഴിക്കണം. ഇത് നന്നായി പാകമായൊരു പഴമാണ്. ഇതിപ്പോൾ പഴമല്ല, ഇത് കായാണ്. പെട്ടെന്ന് ഇത് പഴുത്തോളൂ കേട്ടോ. അങ്ങനെ വെച്ചാൽ വേഗത്തിൽ പഴുത്തോളൂ. അങ്ങനെ വെച്ചിട്ട് ഇത് പഴുപ്പിക്കുക. നല്ലൊരു സാധനമാണ്. ഇതിൻ്റെ വേറൊരു സാധനമുണ്ട്, സീതാപ്പഴം എന്ന് പറയും. ഇതിൻ്റെ ശ്രീലങ്കാത് സീതാപ്പഴം. ഇത് രാമൻ പഴം എന്നും പറയും. ചില സ്ഥലങ്ങളിൽ ഇതിന് രാമൻ പഴം എന്ന് പറയും കേട്ടോ. രാമൻ പഴം ഉണ്ടാവും. സൂപ്പർ പഴം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് കിട്ടുമെന്നറിയില്ല. നാട്ടിൻപുറത്തൊക്കെ ഇത് ഒരുപാടുണ്ടാവും. ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. കിട്ടുന്നവരൊക്കെ ഒന്ന് ഇതുപോലെ പഴുപ്പിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ബൈ, താങ്ക്സ്.